ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇത്രയും എമൗണ്ട് ഫ്രീ ആയിട്ട് 30 ദിവസത്തേക്ക് നമുക്ക് അവർ ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ട്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 5000 രൂപയാണ് അവർ തന്നിട്ടുള്ളത് 30 ദിവസത്തേക്ക്. 5000 രൂപയുടെ ഒരു പേ ലെറ്റർ നമുക്ക് എനേബിൾ ആയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 5000 രൂപയുടെ ഒരു പേ ലെറ്റർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇത് എന്ത് പേ ലെറ്റർ ആണ്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ടാറ്റ ന്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടാറ്റയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത്യാവശ്യം നമുക്ക് ഒരു എല്ലാ പ്രൊഡക്ട്സും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഫാഷൻ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഒരു എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ടാറ്റ ന്യൂ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മുടെ ടാറ്റയുടെ ഒരു സൈറ്റ് തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അവർ തരുന്നൊരു കടം. അവരല്ല തരുന്നത്, അവർ ത്രൂ നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ ലെൻഡിങ് പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, ലെൻഡിങ് കമ്പനികളുണ്ടല്ലോ, അതിലെ കുറച്ച് കമ്പനികളൊക്കെ ചേർന്ന് തരുന്ന ഒരു ലിമിറ്റാണിത്. ഈ ലിമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടാറ്റ ന്യൂല് നമുക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. 0 ഇൻട്രസ്റ്റിലാണ് നമുക്ക് ഈ ലിമിറ്റ് കിട്ടുക. അപ്പൊ നമുക്ക് പലിശ ഇല്ലാത്ത 0 ഇൻട്രസ്റ്റിൽ കിട്ടുന്ന ഈ ലിമിറ്റ് ത്രൂ നമുക്ക് ഇവരുടെ ആപ്പിൽ പർച്ചേസ് ചെയ്യാം. ആ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തെ ബില്ലിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് പേ ചെയ്താൽ മതി. അപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് 0 ഇൻട്രസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ടാറ്റ ന്യൂവിന്റെ പേ ലെറ്റർ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കും, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 0 ഇൻട്രസ്റ്റിലാണ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് കുഴപ്പമില്ലാത്ത സിവിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആപ്പിൽ കയറി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വേറെ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് ആപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിനെ സിവിൽ നോക്കുകയാണെങ്കിൽ ഒരു 700+ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, മിനിമം സിവില്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. ഇൻസ്റ്റന്റ്ലി നമുക്ക് ഫോൺ ത്രൂ അപ്ലൈ ചെയ്യാം. നമുക്ക് സിവിൽ മാത്രം ഉണ്ടായാൽ മതി, വേറെ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അത്യാവശ്യം കൊള്ളാവുന്ന സിവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 25,000 താഴെയുള്ള ഏതെങ്കിലും ഒരു ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നീട് ആ ലിമിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി എൻഹാൻസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിന്റെ വീഡിയോ കൊണ്ട് കണ്ടുപോകാം. ഇതാണ് നമ്മുടെ ടാറ്റ ന്യൂ പേ ലെറ്റർ എന്ന് പറയുന്നത്. പേ ലെറ്റർ എന്നൊരു സെക്ഷൻ നമുക്ക് താഴെ കാണാനായിട്ട് പറ്റും. പേജിന്റെ താഴെ പേ ലെറ്റർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ പേ ലെറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ബാനർ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഈ പേ ലെറ്ററിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പേ ലെറ്റർ നമുക്ക് എത്ര ക്രെഡിറ്റ് ലിമിറ്റ് വരെ കിട്ടും, അതേപോലെ 10% ഓഫ് ഉണ്ട് ടാറ്റ ന്യൂലെ. ബില്ലിംഗ് പീരീഡ് 35 ദിവസമാണ്. ഹിഡൻ ചാർജസ് ഇല്ല. ഒറ്റ ക്ലിക്കിൽ ചെക്കൗട്ട്. പിന്നെ അവരുടെ പാർട്ട്ണർ ബ്രാൻഡ്സിലൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഓക്കെ കൊടുത്ത് സൈൻ അപ്പ് ഇൻ 1 minutes എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കുറച്ച് പെർമിഷൻസ് എനേബിൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് എനേബിൾ ചെയ്യുക. അതിന് താഴെ യെസ് എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഗ്രി എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ പെർമിഷൻസ് ഒക്കെ എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാൻ നമ്പർ ആണ് എൻ്റർ ചെയ്യേണ്ടത്. അവിടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ പിൻകോഡ് ആസ് പെർ ആധാർ അതൊക്കെ എൻ്റർ ചെയ്തതിനു ശേഷം താഴെ വാലിഡേറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് സെൽഫ് എംപ്ലോയിഡ് സാലറിയുടെ ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിജക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻകം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് പേജിലോട്ട് അത് പോവും. അവിടെ നിന്ന് നമ്മുടെ സിവിൽ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ സിവിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലിമിറ്റ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ ആ ലിമിറ്റ് അവിടെ അപ്രൂവ് ആവുന്ന ലിമിറ്റ് അവിടെ കാണിക്കും. അത് എത്ര ദിവസം കൊണ്ട് എടുക്കാം. ദെൻ KYC ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലിമിറ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലിമിറ്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് പേ ലെറ്റർ ത്രൂ ചെക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും ടാറ്റ ന്യൂ ആപ്ലിക്കേഷനിൽ. ഇപ്പോൾ നമുക്ക് 5000 രൂപയുടെ ലിമിറ്റാണ് ഇവിടെ അപ്രൂവ് ആയിട്ടുള്ളത്. നമുക്ക് താഴെ ആക്സിയോ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന LND പാർട്ണറായിട്ട്. എക്സ്പ്രസ് ചെക്കൗട്ട് ആണ്. അതേപോലെ 30 ദിവസത്തെ ബില്ലിംഗ് പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് KYC കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേ ലെറ്റർ ത്രൂ ടാറ്റ ന്യൂ ആപ്പിൽ നമുക്ക് പർച്ചേസുകൾ നടത്താനായിട്ട് പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ടാറ്റ ന്യൂ പേ ലെറ്റർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ ലിമിറ്റ്സ് താഴെ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു.